ഇന്ന് നാലാമത്തെ വീഡിയോയിലൂടെ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ കൂടി 141 മുതൽ 188 വരെയുള്ള നാമങ്ങളാണ് മനസ്സിലാക്കുവാൻ പോകുന്നത്. 16-ാം ശ്ലോകം. ഭ്രാജിഷ്ണുർഭോജനം ഭോക്ത സഹിഷ്ണുർജഗദാദിജ അനഘോ വിജയോ ജേത വിശ്വയോനി പുനർവസു. ഭ്രാജിഷ്ണു, ഭോജനം, ഭോക്ത, സഹിഷ്ണു, ജഗദാദിജ, അനഘ, വിജയ, ജേത, വിശ്വയോനി, പുനർവസു എന്നിങ്ങനെ 10 നാമങ്ങൾ നമുക്കിവിടെ കാണാം. ഭ്രാജിഷ്ണു, വിഷ്ണുവിനെ ഈ നാമത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. പ്രകാശരൂപിയാണ്, അതായത് മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവൻ ആണ് വിഷ്ണു എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നു. ഭോജനം, ഭുജിക്കപ്പെടുന്നതാണ് ഭോജനം അഥവാ അന്നം. അന്നം ബ്രഹ്മമാണ് എന്നാണ് പറയുന്നത്. വിഷ്ണു ബ്രഹ്മമായതുകൊണ്ട് തന്നെ അന്നസ്വരൂപനാണ്. ഭോക്ത, ഭുജിക്കുന്നവൻ ഭോക്താവ് എന്ന് പറയുന്നു. മഹാവിഷ്ണുവിനെ ഇവിടെ ഭോക്താവ് എന്ന് വിശേഷിപ്പിക്കുന്നു. സഹിഷ്ണു, സഹനശീലമുള്ളവനാണ് വിഷ്ണു എന്ന് അർത്ഥം പറയുന്നു. സന്തോഷിക്കുന്നവനെന്നും അപരാധങ്ങളെ ക്ഷമിക്കുന്നവനെന്നും അർത്ഥം പറയാം. ജഗദാദിജ, ജഗത്തിൻ്റെ ആദ്യകാലത്ത് ജന്മമെടുത്തവനെന്നർത്ഥം. അനഘ, അഘമെന്നാൽ പാപം, അപ്പോൾ പാപങ്ങളൊന്നും ഏൽക്കാത്തവൻ, നിഷ്പാപൻ എന്നൊക്കെ അർത്ഥം പറയാം. വിജയ, സകല ലോകങ്ങളെയും സകലത്തിനെയും വിജയിക്കുന്നവൻ, ജ്ഞാന വൈരാഗ്യ ഐശ്വര്യാദി ഗുണങ്ങളാൽ വിശ്വത്തെ ജയിക്കുന്നവനാണ് വിഷ്ണു എന്ന് അർത്ഥമാക്കുന്നു. ജേത, ജയം ശീലമായിട്ടുള്ളവനാണ് ജേതാവ്, എല്ലായ്പ്പോഴും എവിടെയും ജയിക്കുന്നവൻ. വിശ്വയോനി, വിശ്വം ഇതിനർത്ഥം പ്രപഞ്ചം അല്ലെങ്കിൽ എല്ലാം എന്നാണ്. യോനി ഇതിനർത്ഥം ഗർഭപാത്രം, ഉറവിടം അല്ലെങ്കിൽ ഉത്ഭവം എന്നാണ്. അതിനാൽ വിശ്വയോനി ഈ 2 ആശയങ്ങളെയും സംയോജിപ്പിച്ച് പ്രപഞ്ചം ഉത്ഭവിക്കുന്ന ഉറവിടമായി വിഷ്ണുവിനെയും അത് നിലനിൽക്കുന്ന ഗർഭാശയത്തെയും സൂചിപ്പിക്കുന്നു. പുനർവസു, ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ക്ഷേത്രജ്ഞന്റെ രൂപത്തിൽ വീണ്ടും വീണ്ടും വസിക്കുന്നവനെന്നാണ് ഈ നാമത്തിലെ വിശേഷണം. 17-ാം ശ്ലോകം. ഉപേന്ദ്രോ വാമനപ്രാംശുരമോകശുചിരൂർജിത അതീന്ദ്രസംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമ. ഇവിടെ 12 നാമങ്ങൾ വരുന്നു. ഉപേന്ദ്ര, വാമന, പ്രാംശു, അമോഘ, ശുചി, ഊർജിത, അതീന്ദ്ര, സംഗ്രഹ, സർഗ, ധൃതാത്മാ, നിയമ, യമ എന്നിവയാണ് 12 നാമങ്ങൾ. ഉപേന്ദ്ര, ഇന്ദ്രൻ്റെ അനുജനാണ് ഉപേന്ദ്രൻ. വാമനാവതാരത്തിൽ ഇന്ദ്രൻ്റെ അമ്മയായ അദിതി ദേവിയുടെ മകനായി ജനിച്ചതിനാൽ വിഷ്ണുവിനെ ഉപേന്ദ്രൻ എന്ന് വിളിക്കുന്നു. ഇന്ദ്രനേക്കാൾ ഉപരിയായി സ്ഥിതി ചെയ്യുന്നവനാണ് വിഷ്ണു എന്നതിനാലും ഉപേന്ദ്രൻ എന്ന് വിശേഷിപ്പിക്കാം. വാമന, വാമനനായി അവതരിച്ച് മഹാബലിയോട് യാചിച്ചവനെന്നും നല്ലപോലെ ഭജിക്കപ്പെടേണ്ടവനെന്നും അർത്ഥം പറയാം. പ്രാംശു, ഉയരമുള്ളവനെന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. മഹാബലിയുടെ മുന്നിൽ വാമന രൂപത്തിൽ അവതരിച്ച് 3 കാലടികൾ കൊണ്ട് ത്രിഭുവനത്തെ മുഴുവൻ അളക്കുവാൻ വേണ്ടി അളവിനും അപ്പുറം ഉയരം പൂണ്ടതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അമോഘ, മോഘമെന്നാൽ നിഷ്ഫലമെന്നർത്ഥം. നിഷ്ഫലമായ യാതൊരു പ്രവൃത്തിയും ചെയ്യാത്തവനെന്ന് വിഷ്ണുവിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. ശുചി, പരിശുദ്ധനെന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. സ്മരിക്കുന്നവരെയും ആരാധിക്കുന്നവരെയും നിർമ്മലരാക്കുന്നവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഊർജിത, സകല ഊർജത്തിൻ്റെയും സ്രോതസ്സും നിധാനവുമായ അപാര ബലശാലിയാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. അതീന്ദ്ര, ഇന്ദ്രനേക്കാൾ ശ്രേഷ്ഠനായവനെന്നാണ് ഇതിനർത്ഥം. സംഗ്രഹ, എല്ലാത്തിനെയും തന്നിലേക്ക് സംഗ്രഹിക്കുന്നവൻ. പ്രളയസമയത്ത് ഇതാണ് സംഭവിക്കുന്നത്. സർഗ, സൃഷ്ടിയും സൃഷ്ടിക്ക് കാരണവുമായവനെന്നാണ് വിശേഷണം. ധൃതാത്മാ, സ്വന്തം രൂപത്തെ ധരിക്കുന്നവനെന്ന് ഇവിടെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. നിയമ, ഓരോരുത്തരെ അവനവൻ്റെ കാര്യങ്ങളിൽ നിയമിക്കുന്നവനെന്ന് അർത്ഥം പറയുന്നു. യമ, യമിക്കുക എന്നാൽ ഒതുക്കുക എന്നർത്ഥം. പ്രപഞ്ചത്തിനെ മുഴുവൻ ഒതുക്കി നിർത്തിയവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. 18-ാം ശ്ലോകം. വേദ്യോ വൈദ്യ സദാ യോഗി വീരഹ മാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല.
10 നാമങ്ങളിലൂടെ മഹാവിഷ്ണുവിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. വേദ്യ, വൈദ്യ, സദായോഗി, വിരഹ, മാധവ, മധു, അതീന്ദ്രിയ, മഹാമായ, മഹോത്സാഹ, മഹാബല എന്നിവയാണ് 10 നാമങ്ങൾ. വേദ്യ, വേദ്യൻ എന്നാൽ അറിയപ്പെടേണ്ടവൻ എന്നാണ് അർത്ഥം. വൈദ്യ, അറിവുള്ളവൻ, വേദസംബന്ധമായ അറിവുള്ളവൻ, ആയുർവേദ സംബന്ധമായ അറിവുള്ളവൻ എന്നൊക്കെ അർത്ഥം പറയാം. ധന്വന്തിരിമൂർത്തി വിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. സദായോഗി, യോഗാവസ്ഥയിലുള്ളവനാണ് യോഗി എന്നതുകൊണ്ട് സദാസമയവും യോഗാവസ്ഥയിൽ, അതായത് യോഗനിദ്രയിൽ ഉള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. വീരഹ, വീരന്മാരെന്ന് സ്വയം അഹങ്കരിക്കുന്നവരെ ഹനിക്കുന്നവനാണ് വിഷ്ണു എന്ന് അർത്ഥമാക്കുന്നു. മാധവ, മാ എന്നാൽ വിദ്യ എന്നർത്ഥം, ധവ എന്നാൽ നാഥൻ, പതി എന്നൊക്കെ അർത്ഥം കാണാം. വിദ്യാപതി, വിദ്യാനാഥൻ എന്നൊക്കെയാണ് ഈ നാമത്തിന് അർത്ഥം പറയുന്നത്. മധു, മധു എന്നാൽ തേൻ, തേൻ പോലെ മാധുര്യം അനുഭവിപ്പിക്കുന്നവൻ എന്ന് ഇവിടെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. അതീന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, മറികടന്നവൻ എന്നൊക്കെ അർത്ഥം കാണാം. ഇന്ദ്രിയങ്ങൾക്കും അപ്പുറമായുള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. മഹാമായ, മായാവികളെയും മായയിൽ പെടുത്തുന്നവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. വിഷ്ണുവിൻ്റെ മായയിൽ നിന്ന് ആർക്കും മോചനമില്ല എന്നർത്ഥമാക്കുന്നു. മഹോത്സാഹ, അതിയായ മഹത്തായ ഉത്സാഹത്തോടു കൂടിയവനെന്ന് വിഷ്ണുവിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, ലയം എന്നീ 3 പ്രവൃത്തികളിലും എന്നും ഉത്സാഹത്തോടെ ഉള്ളവനെന്ന് പറയുന്നു. മഹാബല, അമിത വിക്രമനാണ്, ബലവാന്മാരിൽ വെച്ച് ബലവാനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു. 19-ാം ശ്ലോകം. മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതി അനിർദ്ദേശ്യവപു ശ്രീമാനമേയാത്മാ മഹാദ്രിധൃക്. മഹാബുദ്ധി, മഹാവീര്യ, മഹാശക്തി, മഹാദ്യുതി, അനിർദ്ദേശ്യവപു, ശ്രീമാൻ, അമേയാത്മാ, മഹാദ്രിധൃക് എന്നിവയാണ് ഈ ശ്ലോകത്തിലെ 8 നാമങ്ങൾ. മഹാബുദ്ധി, ബുദ്ധിമാന്മാരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നു. മഹാവീര്യ, ഉൽപ്പത്തിക്ക് കാരണമായ മഹാവീര്യത്തോടു കൂടിയവനാണ് വിഷ്ണു എന്ന അർത്ഥം പറയുന്നു. മഹാശക്തി, അത്യധികം അപാരമായ ശക്തിയുള്ളവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. മഹാദ്യുതി, ദ്യുതി എന്നാൽ പ്രകാശം, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന മഹത്തായ പ്രകാശത്തോടു കൂടിയവനെന്ന് ഈ നാമത്തിൽ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. അനിർദ്ദേശ്യ വപു, വപുസ് എന്നാൽ രൂപമെന്ന് പറയാം. അപ്പോൾ മഹാവിഷ്ണു നിർവചിക്കുവാൻ സാധിക്കാത്ത രൂപത്തോടു കൂടിയവനാണ് എന്ന് കാണാം. ശ്രീമാൻ, ശ്രീയുടെ, ഐശ്വര്യത്തിൻ്റെ ഉടമയാണ് വിഷ്ണു എന്ന് പറയുന്നു. ഐശ്വര്യം ലക്ഷ്മി ദേവിയാണല്ലോ. അമേയാത്മാ, അളക്കുവാനോ തൂക്കുവാനോ സാധിക്കാത്ത ആത്മാവ്, അപ്രമേയൻ, പരമാത്മാവ് എന്നൊക്കെയാണ് വിശേഷണം. മഹാദ്രിധൃക്, മഹത്തായ അദ്രിയെ, പർവ്വതത്തെ ധരിച്ചവനെന്ന് പറയുന്നു. പാലാഴി മഥന സമയത്ത് മന്ദരപർവ്വതത്തെ താങ്ങിപ്പിടിച്ചവൻ, അതായത് കൂർമാവതാരം എന്ന് വിശേഷിപ്പിക്കുന്നു. ശ്രീകൃഷ്ണ അവതാരത്തിൽ ഗോവർദ്ധന പർവ്വതം ചെറുവിരലിൽ ഉയർത്തിയവനാണല്ലോ കൃഷ്ണൻ. 20-ാം ശ്ലോകം. മഹേശ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സദാംഗതി അനിരുദ്ധസുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംപതി. ഇവിടെയും 8 നാമങ്ങളാണ്. മഹേശ്വാസ, മഹീഭർത്ത, ശ്രീനിവാസ, സദാംഗതി, അനിരുദ്ധ, സുരാനന്ദ, ഗോവിന്ദ, ഗോവിദാംപതി എന്നിവയാണ് 8 നാമങ്ങൾ. മഹേശ്വാസ, വിശ്വാസം എന്നാൽ വില്ലെന്നാണ് അർത്ഥം. മഹത്തായ ശാർങ്കം എന്ന വില്ല് ധരിച്ചവനെന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. മഹീഭർത്ത, മഹിയുടെ, ഭൂമിയുടെ ഭരണവും പോഷണവും ചെയ്യുന്നവനെന്ന് അർത്ഥം പറയുന്നു. ശ്രീനിവാസ, ശ്രീയുടെ, മഹാലക്ഷ്മിയുടെ വാസസ്ഥലമാണ് വിഷ്ണു. ലക്ഷ്മി ചഞ്ചലയാണ്, ഒരിടത്തും സ്ഥിരമായി ഇരിക്കില്ല. ആ ലക്ഷ്മി സ്ഥിരമായി താമസിക്കുന്നത് വിഷ്ണുവിൻ്റെ വക്ഷസ്ഥലത്താണ് എന്നതുകൊണ്ട് വിഷ്ണു ശ്രീനിവാസനായി. സദാംഗതി, സജ്ജനങ്ങൾക്ക് ഗതിയും ശരണ്യനും ആയിട്ടുള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. അനിരുദ്ധ, ആർക്കും തടുക്കുവാൻ നിരോധിക്കുവാൻ സാധിക്കാത്തവൻ, അപ്രതിഹതൻ എന്നൊക്കെ ഇവിടെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. സുരാനന്ദ, സുരന്മാർക്ക് ആനന്ദമുണ്ടാക്കുന്നവനാണ്, അവരെ ആനന്ദിപ്പിക്കുന്നവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. ഗോവിന്ദ, ഗോ എന്ന വാക്കിന് ഭൂമി, പശു, വാക്ക്, ഇന്ദ്രിയം എന്നൊക്കെ അർത്ഥം കാണാം. ഭൂമിയെ വരാഹരൂപം പൂണ്ട് വീണ്ടെടുത്തവൻ,
പശുക്കളെ പരിപാലിച്ചു പോന്നവൻ, വേദരൂപമായ വാക്കിൻ്റെ അധിഷ്ഠാതാവ്, ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവൻ എന്നൊക്കെ അർത്ഥം പറയുന്നു. ഗോവിദാംപതി, ഗോവിദ് എന്നാൽ വാക്കുകൾ എന്നർത്ഥം വരുന്നു. വാക്കുകൾ അറിയുന്നവൻ, വേദജ്ഞൻ എന്നൊക്കെ അർത്ഥം പറയാം. അങ്ങനെയുള്ളവരുടെ പതി, അവരെ ശരിയായി കൊണ്ടു നടക്കുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. 20 ശ്ലോകങ്ങൾ കഴിഞ്ഞു. 188 നാമങ്ങളും. ഇനി ഇന്നത്തെ 5 ശ്ലോകങ്ങൾ നമുക്ക് ചൊല്ലാം. ഭ്രാജിഷ്ണുർഭോജനം ഭോക്ത സഹിഷ്ണുർജഗദാദിജ അനഘോ വിജയോ ജേത വിശ്വയോനി പുനർവസു ഉപേന്ദ്രോ വാമനപ്രാംശുരമോകശുചിരൂർജിത അതീന്ദ്രസംഗ്രഹസർഗോ ധൃതാത്മാ നിയമോ യമ വേദ്യോ വൈദ്യഃ സദാ യോഗി വീരഃ മാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല മഹാബുദ്ധിർമഹാവീര്യോ മഹാശക്തിർമഹാദ്യുതി അനിർദ്ദേശവപു ശ്രീമാനമേയാത്മാ മഹാദ്രിധൃക് മഹേശ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സദാംഗതി അനിരുദ്ധസുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംപതി. അടുത്ത വീഡിയോയിലൂടെ കൂടുതൽ നാമങ്ങളും അവയുടെ അർത്ഥവും മനസ്സിലാക്കാം.